നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൊറോണ വൈറസ് വ്യാപനത്തിൽ നിരവധി പ്രവാസികൾക്കാണ് ജീവൻ നഷ്ടമായത്. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ ഭീതി മാത്രമല്ല, തൊഴിലില്ലായ്മയും ഒപ്പം കടുത്ത ദാരിദ്ര്യത്തിലുമാണ് ഒട്ടുമിക്ക പ്രവാസികളും കടന്നു പോകുന്നത്. ഒമാനിൽ കുടുങ്ങിക്കിടക്കുന്ന സാധാരണ പ്രവാസികൾക്ക് ചാർട്ടേഡ് വിമാനങ്ങൾ ഒരിക്കലും പ്രയോജനപ്പെടില്ലെന്ന് തൊഴിലാളി സംഘടനാ പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുകയാണ്. ആയതിനാൽ തന്നെ ഒഴിപ്പിക്കൽ വേഗത്തിലാക്കുവാൻ കൂടുതൽ വിമാന സർവീസുകൾ ആവശ്യമെന്ന് പ്രവാസികൾ തന്നെ പറയുന്നു. ആയിരക്കണക്കിന് പ്രവാസികളാണ് ആഹാരവും മരുന്നുമില്ലാതെ ഒമാനിൽ വൈറസ് വ്യാപനത്തിന്റെ ഭീതിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. അതോടൊപ്പം തന്നെ എണ്ണവിലയിലുണ്ടായ ഇടിവും കോവിഡ്-19 വ്യാപനവും ഒമാനിലെ സ്വകാര്യ മേഖലയെ സാരമായി ബാധിക്കുകയുണ്ടായി. ഇതുമൂലം മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. തൊഴിൽ നഷ്ടപ്പെട്ട് ഒരു വിഭാഗം കമ്പനി ജീവനക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ചാർട്ടേഡ് വിമാനങ്ങൾ ഉപകാരപ്പെടുന്നത്. എന്നാൽ സാധാരണ തൊഴിലാളികൾക്ക് ഈ സംവിധാനം ഒരിക്കലും പ്രയോജനപ്പെടില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. തുടർന്ന് ഇത്തരം ചാർട്ടേഡ് വിമാനങ്ങൾ ഏർപ്പെടുത്തുവാൻ ഒമാനിൽ സാമ്പത്തിക ശേഷിയുള്ള കമ്പനികൾ വളരെ കുറവാണ്. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നാണ് പൊതുവെ ഉയർന്ന ആവശ്യം. അതോടൊപ്പം തന്നെ സാമൂഹ്യ സംഘടനകൾക്ക് ചാർട്ടേഡ് വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ അനുമതി നൽകണം. എങ്കിൽ മാത്രമേ ഒമാനിൽ കുടുങ്ങിക്കിടക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികൾക്ക് നാട്ടിലെത്തുവാൻ കഴിയുകയുള്ളൂ. ഇതുകൂടാതെ വേണ്ടത്ര രേഖകളില്ലാതെ ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ഒമാനിലെ വിവിധ ലേബർ ക്യാമ്പുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. കേന്ദ്ര സർക്കാർ ഒമാനിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് പ്രവാസി സംഘടനകളുടെ ആവശ്യം എന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.